വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിഡൻഡ് പോളിസീസ് ആണ്. ഡിവിഡൻഡ് പോളിസി, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് പോളിസികൾ ഫേമിന് ഓപ്റ്റ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കൺസിസ്റ്റൻസി ഇൻ ഡിവിഡൻഡ് പേയ്മെന്റ്. അതായത് എപ്പോഴും നമ്മൾ റെഗുലർ ആയിട്ട് ഒരു ഡിവിഡൻഡ് പേ ചെയ്തുകൊണ്ടിരിക്കും ടു ഷെയർ ഹോൾഡേഴ്സ്. ഈവൻ നമ്മുടെ ഏർണിങ്സിനകത്ത് ഫ്ലക്ച്വേഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ പേ ചെയ്യുന്ന ഡിവിഡൻഡ് എപ്പോഴും എന്തായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. അതായത് വി ആർ പേയിങ് സർട്ടൈൻ മിനിമം എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് റെഗുലർലി. അതിനെയാണ് നമ്മൾ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. അതിനകത്ത് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസിയുടെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ആണ്. ഫസ്റ്റ് വരുന്നത് കോൺസ്റ്റന്റ് ഡിവിഡൻഡ് പെർ ഷെയർ. അതായത് എന്താന്ന് വെച്ചാൽ ഒരു ഷെയറിന് ഇത്ര രൂപ നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കും. ദാറ്റ് ഈസ് വി ആർ പേയിങ് ഫിക്സഡ് എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് പെർ ഷെയർ എവറി ഇയർ ഇറസ്പെക്ട് ഓഫ് ഫ്ലക്ച്വേഷൻസ് ഇൻ ഏർണിംഗിൽ എന്ത് ഫ്ലക്ച്വേഷൻ ഉണ്ടായാലും ഒരു ഷെയറിന് ഇത്ര ഡിവിഡൻഡ്, ഇത്ര ഫിക്സഡ് എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് നമ്മൾ പേ ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം നമുക്ക് ഏർണിംഗ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുകയാണ്, പ്രോഫിറ്റ് ഉണ്ടാവാത്ത ഒരു കൊല്ലം വരികയാണെങ്കിൽ ഇഫ് വി ആർ ഫോളോയിങ് കോൺസ്റ്റന്റ് ഡിവിഡൻഡ് പെർ ഷെയർ വി ഹാവ് ടു പേ കോൺസ്റ്റന്റ് ഡിവിഡൻഡ് പെർ ഷെയർ. സോ അതിന് വേണ്ടി നമ്മൾ ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ് മെയിൻറ്റെയിൻ ചെയ്യും. നമുക്ക് കൂടുതൽ ഏർണിംഗ് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ റിസർവിലേക്ക് നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും കൊല്ലം പ്രോഫിറ്റ് ഉണ്ടാവാതിരുന്നാൽ ഡിവിഡൻഡ് പേ ചെയ്യാനുള്ള എമൗണ്ട് നമുക്ക് ഈ റിസർവിൽ നിന്ന് കണ്ടെത്താം. അതാണ് കോൺസ്റ്റന്റ് ഡിവിഡൻഡ് പെർ ഷെയർ. ഒരു ഷെയറിന് ഇത്ര രൂപ ഡിവിഡൻഡ് എന്ന് ഫിക്സ് ചെയ്യുക. പിന്നെ വരുന്നതാണ് കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് ഓഫ് ഏർണിംഗ്. കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് ഓഫ് ഏർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, ഓരോ കൊല്ലം ഉണ്ടാകുന്ന പ്രോഫിറ്റിന്റെ ഇത്ര പെർസെൻറ്റേജ് ഡിവിഡൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു പറയുന്നത്. അതായത് 30% ഓഫ് ഏർണിംഗ്. അപ്പോൾ ഇക്കൊല്ലം 10,000 രൂപ ഉണ്ടായാൽ വി വിൽ ഡിക്ലെയർ 30% ഓഫ് 10,000. നെക്സ്റ്റ് ഇയർ നമുക്ക് 20,000 ഉണ്ടായാൽ വി വിൽ ഡിക്ലെയർ 30% ഓഫ് 20,000 ആസ് ഡിവിഡൻഡ്. സോ നമ്മുടെ ഓരോ ഇയറിലും ഉണ്ടാകുന്ന പ്രോഫിറ്റിന്റെ ഫിക്സഡ് പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിവിഡൻഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാണ്. പിന്നെ വരുന്നതാണ് കോൺസ്റ്റന്റ് ഡിവിഡൻഡ് പെർ എക്സ്ട്രാ ഡിവിഡൻഡ്. അതായത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ഷെയറിന് ഇത്ര രൂപ ഫിക്സഡ് എമൗണ്ട്, ഒരു ചെറിയ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, കോൺസ്റ്റന്റ് ആയിട്ട് ഫിക്സ് ചെയ്യും. പ്ലസ് നമുക്ക് ഒരുപാട് വലിയ ഏർണിംഗ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു എക്സ്ട്രാ ഡിവിഡൻഡും കൂടി പ്രൊവൈഡ് ചെയ്യും. ആ മിനിമം എമൗണ്ട് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും, പക്ഷെ ലാർജ് ഏർണിംഗ് ഉണ്ടാകുമ്പോൾ ആ ഏർണിങ്ങിന് പ്രപ്പോർഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു എക്സ്ട്രാ ഡിവിഡൻഡും കൂടി കൊടുക്കും. ഇനി അടുത്തൊരു പോളിസിയാണ് റെഗുലർ ആൻഡ് എക്സ്ട്രാ ഡിവിഡൻഡ് ആണ്. അതായത് എന്താന്ന് വെച്ചാൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു റെഗുലർ മിനിമം എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് കൊടുക്കും. ഒരുപാട് നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു അഡീഷണൽ ഡിവിഡൻഡും കൂടി നമ്മൾ റെഗുലർ ഡിവിഡൻഡ് കൂടെ പേ ചെയ്യും. പിന്നെ വരുന്ന ഒരു പോളിസിയാണ് റെഗുലർ സ്റ്റോക്ക് ഡിവിഡൻഡ് പോളിസി. അതെന്താന്ന് വെച്ചാൽ ക്യാഷിന് പകരം വേ ആർ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ് ആസ് ഡിവിഡൻഡ്. ലിക്വിഡിറ്റി പൊസിഷൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കമ്പനീസ് ഒക്കെയാണ് ഇത് ഫോളോ ചെയ്യുന്നത്. പിന്നെ റെഗുലർ ഡിവിഡൻഡ് പ്ലസ് സ്റ്റോക്ക് ഡിവിഡൻഡ് പോളിസി. ഇവിടെ എന്താന്ന് വെച്ചാൽ എന്താണ്, കമ്പനി റെഗുലർ ഡിവിഡൻഡും കൊടുക്കും, പിന്നെ ആ എക്സ്ട്രാ ഡിവിഡൻഡ് നമ്മൾ എന്താ, അതായത് ഹയർ ഏർണിംഗ് ഉണ്ടാകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് ബോണസ് ഷെയർസിന്റെ രൂപത്തിലായിരിക്കും. പിന്നെ വരുന്നതാണ് ഇറഗുലർ ഡിവിഡൻഡ് പോളിസി. ഇറഗുലർ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുമ്പോൾ ഹൈലി അൺസ്റ്റേബിൾ ഏർണിംഗ് ഉള്ള കമ്പനികളാണ് ഫോളോ ചെയ്യുക. അതായത് അവിടെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഡിവിഡൻഡ് പെർ ഷെയറോ പെർസെൻറ്റേജ് ഓഫ് ഡിവിഡൻഡ് ഒന്നും കോൺസ്റ്റന്റ് അല്ല. വി വിൽ പേ ഹയർ ഡിവിഡൻഡ് ഇഫ് വി ഹാവ് ഹയർ പ്രോഫിറ്റ്, വി വിൽ പേ ലോവർ ഡിവിഡൻഡ് ഇഫ് വി ഹാവ് ലോവർ പ്രോഫിറ്റ്, വി ഡിഡ് നോട്ട് പേ എനി ഡിവിഡൻഡ് ഇഫ് വി ഡോണ്ട് ഹാവ് എനി പ്രോഫിറ്റ്. അങ്ങനെ ഒരു പോളിസിയാണ് ഇറഗുലർ ഡിവിഡൻഡ് പോളിസി. നമ്മുടെ ഒപ്റ്റിമൽ ഡിവിഡൻഡ് പോളിസി എന്താന്ന് വെച്ചാൽ എപ്പോഴും ഫേമിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുന്ന ഒരു ഡിവിഡൻഡ് പോളിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒപ്റ്റിമം ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. വൺ ദാറ്റ് മാക്സിമൈസ് ഫേംസ് വാല്യൂ ഓർ ഇൻക്രീസ് ദ ഷെയർ പ്രൈസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒപ്റ്റിമൽ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. ഫേമിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുന്ന, അങ്ങനെ ഷെയർ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന ആ ഡിവിഡൻഡ് പോളിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒപ്റ്റിമൽ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. അത് റിലേറ്റ് ചെയ്ത് കുറെ തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട്.
പിന്നെ വരുന്നതാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഏർണിംഗ് പെർ ഷെയറിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത് എന്നതാണ് എന്ത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ പറയുന്നത്. അതായത് ഔട്ട് ഓഫ് ദ ഏർണിംഗ് കമ്പനി പേസ് ഓൺലി എ സർട്ടൈൻ പെർസെൻറ്റേജ് ഓർ പ്രപ്പോർഷൻ ഓഫ് ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. ബാക്കിയുള്ളത് എന്ത് ചെയ്യും നമ്മൾ റീടൈൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ഓഫ് അല്ലെങ്കിൽ പ്രപ്പോർഷൻ ഓഫ് ഡിവിഡൻഡ് ടു ഏർണിംഗ്. അതായത് എത്ര പെർസെൻറ്റേജ് ഓഫ് നെറ്റ് ഏർണിംഗ് ആണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ. എത്ര രൂപയാണോ ഡിവിഡൻഡ് കൊടുത്തത് ഡിവൈഡഡ് ബൈ EPS. ഈ ഡിവിഡൻഡ് പെർ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കുക? എത്ര നമുക്ക് എന്താണ് EPSന്റെ ഇത്ര ശതമാനം ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത് ഡിവിഡൻഡ് ആയിട്ട് കാണിക്കുക ബൈ ഏർണിംഗ് പെർ ഷെയർ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റീടെൻഷൻ റേഷ്യോ. പ്രോഫിറ്റിന്റെ 30% നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി 50% എന്താ ചെയ്തിട്ടുണ്ടാവുക? ഓർഗനൈസേഷനിൽ റീടൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഏർണിംഗ് പെർ ഷെയർ എന്ന് ഡിവിഡൻഡ് പെർ ഷെയർ കുറച്ച് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ റീടെൻഷൻ പെർ ഷെയർ. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ EPS മൈനസ് DPS ഡിവൈഡഡ് ബൈ EPS. ഏർണിംഗ് പെർ ഷെയർ മൈനസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ EPS. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്താണ്? ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ. റിട്ടൻഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? EPS മൈനസ് DPS ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ. ഈ EPS എന്നാണ് നമ്മൾ റീടൈൻ ചെയ്യുന്നതും ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ അത് രണ്ടും കൂടി കൂട്ടിയാൽ ആ റേഷ്യോസ് തമ്മിൽ ആഡ് ചെയ്താൽ DPS പ്ലസ് റീടെൻഷൻ റേഷ്യോ വിൽ ബി ഈക്വൽ ടു 1. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിവിഡൻഡ് ഇതാണ് തിയറീസ് ആണ്. ആദ്യം ഇറലവൻസ് കോൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് ആണ്. ഈ സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത് ഡിവിഡൻഡ് പോളിസി ഫേമിന്റെ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഡിവിഡൻഡ് പോളിസി ഒരിക്കലും ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഡിവിഡൻഡ് പോളിസി ഡസ് നോട്ട് ഹാവ് എനി ഇമ്പാക്ട് ഓൺ വാല്യൂ ഓഫ് ഷെയർസ് എന്നാണ് ഇറലവൻസ് തിയറി പറയുന്നത്. അതിൽ ഏറ്റവും ഫസ്റ്റത്തെ തിയറി മോഡി ഗിലാനി ആൻഡ് മില്ലറുടെ ആണ്. മോഡി ഗിലാനി എന്നൊക്കെയാണ് കേട്ടോ ആക്ച്വൽ പ്രൊണൗൺസിയേഷൻ. ആൻഡ് മില്ലർ ഇറലവൻസ് തിയറി. ഈ തിയറി പറയുന്നത് എന്താന്ന് വെച്ചാൽ ഫേമിന്റെ ഡിവിഡൻഡ് പോളിസിക്ക് ഫേമിന്റെ വാല്യൂല് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്തില് ഒരു എഫക്റ്റും ഇല്ല എന്നാണ്. മോഡി ഗിലാനി ആൻഡ് മില്ലർ പറയുന്നത് എന്താന്ന് വെച്ചാൽ കമ്പനി ഇപ്പൊ ഡിവിഡൻഡ് പേ ചെയ്യാണെന്ന് വിചാരിക്കുക. ഡിവിഡൻഡ് പേ ചെയ്യുമ്പോൾ എന്താവും? നമ്മുടെ റീടെൻഷൻ റേഷ്യോ കുറയും. അപ്പൊ എന്ത് ചെയ്യും? ഡിവിഡൻഡ് പേ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ് കൂടും. നമുക്കറിയാം ഡിവിഡൻഡ് പേ ചെയ്യുന്ന കമ്പനികൾക്ക് ഡിമാൻഡ് കൂടും. സോ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ ഇൻക്രീസ് ചെയ്യും. ശരിയാണ്. അങ്ങനെ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്ത് എന്താവും? വാല്യൂ ഇൻക്രീസ് ചെയ്യും. ശരിയാണ് അതുവരെ. പക്ഷെ നമ്മൾ നമ്മുടെ ഏർണിങ്സ് മൊത്തം ഡിവിഡൻഡ് ആയിട്ട് കൊടുത്ത കാരണം നമ്മുടെ എന്തുണ്ടാവും? ക്യാഷ് ബാലൻസ് കുറയും ഫേമിന്. പിന്നെ എന്താണ്? ഫേമിന് ഫർദർ പ്രൊജക്ട് എന്തെങ്കിലും ഫിനാൻസ് ചെയ്യണമെങ്കിൽ ക്യാഷ് ബാലൻസ് ഉണ്ടാവും? ഇല്ല. അതൊക്കെ ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു. അപ്പൊ കമ്പനി എന്ത് ചെയ്യേണ്ടി വരും? എക്സ്റ്റേണലി ഫണ്ട് റൈസ് ചെയ്യേണ്ടി വരും. അത് രണ്ട് രീതിയിൽ റൈസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാം. അങ്ങനെ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമ്പർ ഓഫ് ഷെയർസ് മാർക്കറ്റിൽ കൂടും. അങ്ങനെ നമ്പർ ഓഫ് ഷെയർസ് മാർക്കറ്റിൽ കൂടിയാൽ സപ്ലൈ കൂടും. സപ്ലൈ കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മാർക്കറ്റ് പ്രൈസ് കുറയും. അപ്പൊ നേരത്തെ ഉണ്ടായ ഇൻക്രീസ് എന്ത് ചെയ്യും? ഇവിടെ ഓഫ്സെറ്റ് ചെയ്യപ്പെടും. ഇനിയിപ്പോ അല്ല, കമ്പനി തീരുമാനിച്ചു അങ്ങനെ സപ്ലൈ കൂടണ്ട, നമുക്ക് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഫണ്ട് റൈസ് ചെയ്താൽ പ്രശ്നമില്ലല്ലോ എന്ന്. പക്ഷെ അപ്പോഴും പ്രശ്നമാണ്. നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് കൂടി? ഫേമിന്റെ ഡെപ്റ്റ് കൂടി. ഡെപ്റ്റ് കൂടി കഴിഞ്ഞാൽ എന്തായി? ഫേമിന്റെ ബിസിനസ് റിസ്ക് കൂടി. ബിസിനസ് റിസ്ക് കൂടി കഴിഞ്ഞാൽ നോർമലി നമ്മൾ റിസ്ക് കൂടുതൽ ഏറ്റെടുക്കണമെങ്കിൽ വി വിൽ എക്സ്പെക്ട് മോർ റിട്ടേൺ. മോർ റിട്ടേൺ എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റർ മോർ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടിക്കഴിഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് പ്രൈസ് ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പൊ നമ്മള് ഡിവിഡൻഡ് പേ ചെയ്തിട്ട് ഉണ്ടാക്കിയ ആ ഇൻക്രീസ് ഇൻ പ്രൈസ് വിൽ ബി ഓഫ്സെറ്റഡ് ബൈ റൈസിങ് ദ ഫണ്ട് ഫ്രം
അഡീഷണലി. അപ്പൊ അത് കാരണം ഡിവിഡൻഡ് പോളിസിക്ക് എന്തില്ല, ഫേമിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നതിന് റെലവൻസ് ഇല്ല എന്നാണ് തിയറി പറയുന്നത്. അതിന് കുറച്ച് അസംഷൻസ് ഒക്കെ ഉണ്ട്. ഈ അസംഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ അയാൾ പറഞ്ഞ കാര്യം റെഡി ആവുള്ളൂ. ഒന്നാമത്തെ കാര്യം, ദർ ആർ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്. രണ്ടാമത്തത്, ഇൻവെസ്റ്റേഴ്സ് ബിഹേവ് റാഷണലി. മൂന്നാമത്തത്, ദർ ആർ നോ ടാക്സസ് അല്ലെങ്കിൽ ദർ ആർ നോ ഡിഫറൻസ് ഇൻ ടാക്സ് റേറ്റ് അപ്ലിക്കബിൾ ടു ക്യാപിറ്റൽ ഗെയിൻ. അതുപോലെ ദർ ആർ നോ ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ദ ഫേം ഹാസ് എ ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി. പിന്നെ ദ നോ ഇൻവെസ്റ്റർ ഈസ് ലാർജ് ഇനഫ് ടു എഫക്ട് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ്. ഈ 6 അസംഷൻസ് ഫുൾഫിൽ ചെയ്താലാണ് ആ പറഞ്ഞ കാര്യം റെഡി ആവുള്ളൂ. ഇത് പഠിക്കണം. അപ്രോച്ച് തിയറി ചോദിക്കാറുണ്ട്. അതിന്റെ അസംഷൻസും അതെന്താന്നൊക്കെ എഴുതും. നമുക്ക് പ്രോബ്ലം ഉണ്ട്. അപ്രോച്ച് പ്രകാരം മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ D1 പ്ലസ് P1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് KE. P0 എന്ന് പറഞ്ഞാൽ ബിഗിനിങ് പീരീഡിലുള്ള മാർക്കറ്റ് പ്രൈസ്, D1 എന്ന് പറഞ്ഞാൽ എൻഡിൽ റിസീവ് ചെയ്ത ഡിവിഡൻഡ്, പ്ലസ് P1 എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് പ്രൈസ് അറ്റ് എൻഡ്, ബൈ 1 പ്ലസ് KE എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. ഇനി മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം കണ്ടുപിടിക്കാം. വി വിൽ ബി ഈക്വൽ ടു N പ്ലസ് M ഇൻറ്റു P1. ഈ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് പീരീഡ്. M എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്. ഇനി പുതിയതായിട്ട് ഫണ്ട് റൈസ് ചെയ്യാൻ നമ്മൾ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യണം, ഇൻറ്റു P1 എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ്. ഇതിനകത്ത് P1 നമുക്ക് ഈ ഫോർമുലയിൽ ഡിറ്റർമൈൻ ചെയ്യും. ഇവിടെ P1 ഉണ്ട്. ഈ P1 ഡിറ്റർമൈൻ ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകാം. P0 ഇൻറ്റു 1 പ്ലസ് KE വിൽ ബി ഈക്വൽ ടു D1 പ്ലസ് P1 ആവും. ഈ D1 അങ്ങോട്ട് കൊണ്ടുവരാം. P0 ഇൻറ്റു 1 പ്ലസ് KE മൈനസ് D1 P1 ആവും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഓർത്താൽ മതി. P1 കണ്ടുപിടിക്കാനുള്ള ഫോർമുല P0 ഇൻറ്റു 1 പ്ലസ് KE മൈനസ് D1 ആണ്. ഇനി M കണ്ടുപിടിക്കണം, എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യണം എന്നുള്ളത്. അതിനുള്ള ഫോർമുലയാണ് M ഈക്വൽ ടു I, ഇൻവെസ്റ്റ്മെന്റ് എത്ര രൂപ നമ്മൾക്ക് വേണം, മൈനസ് E, എത്ര ഏർണിംഗ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇക്കൊല്ലം, മൈനസ് N, നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്, ഇൻറ്റു D1, ഡിവിഡൻഡ് ടു ബി പെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ഇയർ, ഡിവൈഡഡ് ബൈ P1, മാർക്കറ്റ് പ്രൈസ് അറ്റ് ദ എൻഡ് ഓഫ് ഇയർ. I മൈനസ് E മൈനസ് N D1 ഡിവൈഡഡ് ബൈ P1. ഇതാണ് ഗോർഡൻ മോഡൽ പ്രകാരം വാല്യൂ ഓഫ് ഫേമും മാർക്കറ്റ് പ്രൈസും കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇത് കൃത്യമായിട്ട് പഠിക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പ്രോബ്ലം ചെയ്യാം. താങ്ക് യു.